എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അവിശ്വാസവും ഡിപ്രഷൻ, എന്താ ഡിപ്രഷൻ എന്ന് പറയുന്നത്? വിഷാദം. അതെ, അവിശ്വാസവും വിഷാദവും ഉണ്ടാകുന്നതിനുള്ള കാരണം, ഞാനിന്ന് ചില പുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കാനായിട്ട് ഇടയായി. വളരെ പഴക്കമുള്ള ചില പുസ്തകങ്ങളാണ്. ഞാനിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയപ്പോൾ അതിൽ കുറിച്ച ചില കാര്യങ്ങൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ചിരിക്കുന്ന രസമല്ല, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട യാഥാർത്ഥ്യങ്ങളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് ചില കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് ചിന്തിച്ചു. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ദൈവത്തെ വിശ്വസിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള കാര്യവും ലോകത്തിലെ ഏറ്റവും അസാധ്യമായ കാര്യം. എളുപ്പമുള്ളതെന്ന് പറയുന്ന ഈ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായിരിക്കുന്ന ദൈവം പറയുന്ന കാര്യം വിശ്വസിക്കാൻ എന്താ പറയാ? The creator God who made the whole earth, if he says something, there is no problem for us to believe it. പക്ഷെ വിശ്വസിക്കാൻ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മനുഷ്യൻ എവിടെയായിരിക്കും, ദൈവം എന്ന് പറഞ്ഞ ആൾ എവിടെയായിരിക്കും, നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കേട്ടിട്ടില്ല. ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അതാണ് അതിന്റെ ആധാരം എന്ന് പറയുന്നത്. അപ്പോ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ വചനമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ചിട്ട് വേണം അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വിശ്വസിക്കാനായിട്ട്. അപ്പോ അങ്ങനെ വിശ്വസിക്കുന്നത് ഒരളവിൽ വളരെ എളുപ്പമാണ്, ഒരളവിൽ വളരെ പ്രയാസം. യുക്തിയാണ് ജീവിതത്തിന്റെ ആത്യന്തികമായി കാര്യങ്ങളെ നിശ്ചയിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവവിശ്വാസിയാവില്ല. കാരണം നിങ്ങൾക്ക് ദൈവമായിട്ടിരിക്കുന്ന നിങ്ങളുടെ യുക്തിയാണ്. നിങ്ങൾ യുക്തി പറഞ്ഞ കാര്യങ്ങളെ നിങ്ങൾ അംഗീകരിക്കത്തുള്ളൂ. കാരണം യുക്തിയെ ദൈവത്തിന്റെ സ്ഥാനത്താണ് നിങ്ങൾ വെച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം എന്ന് പറയുന്നതായിരിക്കുന്ന ആ വ്യക്തിയെ യുക്തി കൊണ്ട് തെളിയിക്കാവുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പഞ്ചസാരയ്ക്ക് മധുരമാണെന്ന് എങ്ങനെ യുക്തി കൊണ്ട് തെളിയിക്കുന്നത്? അനുഭവം കൊണ്ടല്ലേ തെളിയിക്കാനും. പഞ്ചസാരയുടെ കെമിക്കൽ ഫോർമുല പറയുമ്പോഴേ ആ ഫോർമുലയ്ക്ക് രുചിയില്ലല്ലോ, ഇല്ല. പിന്നെ അനുഭവം കൊണ്ടാണ് പഞ്ചസാര വാരി തിന്നിട്ടുള്ള മധുരമാണ്. അതുകൊണ്ടാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയാൻ പറഞ്ഞത്. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം, ടേസ്റ്റ് ചെയ്യും. അവനെ ശരണം പ്രാപിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കൂ. കൊച്ചു കുഞ്ഞുങ്ങളുടെ വായിലേക്ക് ഒരു ശകലം പഞ്ചസാര ഇട്ട് കൊടുത്താൽ പിന്നെ അവർ ഒലിപിടി വാരി അങ്ങ് തിന്നും. അതുവരെ ഈ വെളുത്തപ്പൊടി തിന്നെന്ന് പറഞ്ഞാൽ അവർ തിന്നുമില്ല. കാരണം വെളുത്തപ്പൊടികൾക്കെല്ലാം മധുരമല്ല, ചോക്ക് പൊടിക്ക് മധുരമാണ്. അമോണിയം സൾഫേറ്റ് പഞ്ചസാര പോലെ വെളുത്തത്, അതിന് വല്ല മധുരം ഉണ്ടോ? ഇല്ല. അപ്പൊ വിശ്വാസത്തെ പഞ്ചസാര വാരി വായിലിടുക എന്ന് പറഞ്ഞാൽ അതാണ്. അതിനാധാരം എന്താ വെച്ചാൽ, മോനെ ഇത് വായിലെടുത്ത് പറഞ്ഞതായിരിക്കുന്ന ആൾ അമ്മയാണ്, അമ്മ ചതിക്കുകയില്ല എന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമാണ്. ശത്രുവായ ഒരു മനുഷ്യൻ വന്ന് വായിലിടാൻ പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുമോ? നമ്മൾ വിശ്വസിക്കില്ല. കാരണം എന്തിന്റെ അടിസ്ഥാനത്താണ് വിശ്വസിക്കുന്നത്? അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. എന്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവം പറഞ്ഞതെല്ലാം വിശ്വസിക്കാൻ എനിക്ക് എളുപ്പമാണ്. എന്നാൽ അങ്ങനെ ഒരാളെ ഇല്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞവർ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? വിശ്വസിക്കാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെയാണ് ചില ആളുകൾക്ക് വിശ്വസിക്കാൻ വളരെ എളുപ്പമാണ്, ചിലർക്ക് വളരെ എളുപ്പമല്ല. ചില ആളുകളുടെ വിശ്വാസമൊക്കെ പോകുന്നത്, ദൈവത്തിലുള്ള വിശ്വാസമൊക്കെ പോകുന്നത് എത്ര മനോഹരമാണെന്നറിയാം. ആ വിശ്വാസത്തിന്റെ പ്രോഗ്രഷൻ. തോമസ് കാർട്ടർ എന്ന് പറഞ്ഞതായിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു, തോമസ് കാർട്ടർ. അദ്ദേഹം ഒരു വളരെ ഒരു ഭക്തിയായ അമ്മയ്ക്ക് ജനിച്ച ഒരു മകനാണെങ്കിലും വളരെ മോശമായി ജീവിച്ചു. അവസാനം മോഷണവും ഡ്രഗ്സും എല്ലാവിധ പാപങ്ങളും ചെയ്ത് ജയിലിലായി. ചില വർഷങ്ങളിലേക്ക് അദ്ദേഹത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ അമ്മ എന്നും രാവിലെയും വൈകിട്ടും എൻ്റെ മകൻ രക്ഷിക്കപ്പെടണമെന്ന് മാത്രമല്ല, തോമസ് രക്ഷിക്കപ്പെട്ടിട്ട് ഒരു സുവിശേഷകനാകണമെന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് ഉടക്കി പ്രാർത്ഥിക്കുന്നതാണ്, അവൻ രക്ഷിക്കപ്പെടുന്ന സുവിശേഷകനാണ്. ഒരു രാത്രി അങ്ങനെ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയ്ക്കൊരു ബോധ്യത ഹൃദയത്തിൽ വന്നു. ദൈവം പറയുന്നതാണ്, നിന്റെ മകനെ ഞാൻ രക്ഷിക്കും, അവനൊരു സുവിശേഷകനാക്കാം. പിറ്റേ ദിവസം രാവിലെ അമ്മയ്ക്കൊരു ടെലഗ്രാം കിട്ടി, ജയിലിൽ നിന്നാണ്. ആ ടെലഗ്രാമിൽ എഴുതിയിരുന്നു, നിങ്ങളുടെ മകൻ മരിച്ചുപോയി, ശവം എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായിട്ട് അറിയിക്കണം. നിങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വന്ന് കൊണ്ടുവയ്ക്കുമല്ലേ, ഞങ്ങൾ ഇവിടെ മറവ് ചെയ്യാം. ആ ടെലഗ്രാം അമ്മയ്ക്ക് കിട്ടി. അമ്മ ആ ടെലഗ്രാം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ഈ ടെലഗ്രാം ശരിയാകാൻ ഒക്കില്ല, ഇത് ശരിയാകാൻ ഒക്കില്ല. കഴിഞ്ഞ രാത്രി ദൈവം എന്നോട് പറഞ്ഞതാണ് നിന്റെ മകനെ ഞാൻ രക്ഷിച്ചൊരു സുവിശേഷകനാക്കുമെന്ന്. അപ്പൊ ഇന്ന് രാവിലെ സമയം ജയിലർ പറയുന്നു നിന്റെ മകൻ മരിച്ചുപോയി. അപ്പോൾ ടെലഗ്രാം കൊണ്ടുവന്ന് ബൈബിളിന്റെ മുകളിൽ വെച്ചിട്ട് അത് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, കഴിഞ്ഞ രാത്രി നിന്റെ വചനത്തിൽ നിന്ന് നീ എനിക്ക് വെളിപ്പെടുത്തിയതാണ്,
എൻ്റെ മകൻ ഒരു സുവിശേഷനാകുമെന്ന്. ഇന്നിപ്പോൾ തന്നെ ടെലഗ്രാം പറയുന്നു, നിന്റെ വചനം ശരിയോ ടെലഗ്രാം ശരിയോ, ഞാൻ ഏതാണ് വിശ്വസിക്കേണ്ടത്? അങ്ങനെ അവൾ എഴുന്നേറ്റ് പോയി പറഞ്ഞു, വചനം തന്നെ ഞാൻ വിശ്വസിക്കും, ദൈവം എനിക്ക് തന്ന ഉറപ്പ് തന്നെ ഞാൻ വിശ്വസിക്കുമെന്ന്. എന്നിട്ട് അവളെ മറുപടി ടെലഗ്രാം അയച്ചു, നിങ്ങൾക്ക് എന്തോ തെറ്റ് പറ്റിയത് എൻ്റെ മകന് വേറെ ആരോ ആണ് മരിച്ചതെന്ന്. പ്ലീസ് വെരിഫൈ ദ റെക്കോർഡ്സ്. തിരിച്ചൊരു മറുപടി വന്നു, മാഡം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, അത് വേറൊരു തോമസ് ആണ് ജയിലുള്ളത്, മരിച്ചത് നിങ്ങളുടെ മകനല്ല. അതെ, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മകനെ കാലാവധി കഴിഞ്ഞു, അവൻ പുറത്തു വന്നു. പറഞ്ഞതുപോലെ അവൻ രക്ഷിക്കപ്പെട്ടു, അവർ സുവിശേഷകനായിട്ട്. അപ്പൊ ഇതൊരു കഥയായിരിക്കും, ഇതൊരു സംഭവമായിരിക്കും. സംഭവമായിട്ടാണ് ഞാൻ വായിച്ചത്, സംഭവമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുന്നത്? അമ്മയ്ക്ക് ഈ വിശ്വാസം എങ്ങനെ കിട്ടിയെന്ന് എങ്ങനെയാ പറയുന്നത്? ഒരു തോന്നലാണോ? തോന്നലല്ല. തോന്നലായിരുന്നുവെങ്കിൽ ടെലഗ്രാം വന്നപ്പോൾ തോന്നൽ മാറേണ്ടതാണ്. കാരണം ടെലഗ്രാം ജയിൽ അധികാരികളല്ലേ അയച്ചിരിക്കുന്നത്, നിങ്ങളുടെ മകൻ മരിച്ചുപോയി, ഞങ്ങൾ ശവം എന്താണ് ചെയ്യേണ്ടതെന്ന് അഡ്വൈസ് ചെയ്യാൻ. പക്ഷെ അവൾക്കറിയാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തോട് വർഷങ്ങൾ പ്രാർത്ഥിക്കുകയും ദൈവം എനിക്ക് ഉത്തരം തരികയും ചെയ്തതാണ്. അതുകൊണ്ട് ദൈവത്തിന് തെറ്റുപറ്റാൻ സാധ്യമല്ല, ഇവർക്ക് മനുഷ്യന് തെറ്റുപറ്റാൻ സാധിക്കും. അപ്പൊ പല അനുഭവങ്ങളും, അങ്ങനെയുള്ള അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അത് അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ അതിശയകരമായിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനത് ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളിലേക്ക് തിരിച്ചുപോയി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് എൻ്റെ സ്വന്തം അനുഭവത്തിൽ പറയാനുണ്ട്. ദി കോൺഫ്ലിക്റ്റ്, എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ യുക്തിയും ദൈവത്തിൻ്റെ നിർണയങ്ങളും ദൈവത്തിൻ്റെ വചനവുമായിട്ടുള്ളതായിരിക്കുന്ന സംഘർഷത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെയാണ് എനിക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുന്നത്. പിന്നെ എന്താ നമുക്ക് ഇങ്ങനെയൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്, ഡിപ്രഷൻ ഉണ്ടാകുന്നത്? അതിന് കാരണമെന്ന് പറയുന്നത്, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരെയും ബാധിക്കുന്നതുമായ പല യാഥാർത്ഥ്യങ്ങളുടെ നേരെയും നാം കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവർക്കും ബാധകവുമായ അനേക സത്യങ്ങൾ അത് നാം സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമല്ലേ? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം. എത്ര വലിയ ധനവാനായാലും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കേണ്ട സത്യമാണ് ലോകത്തിൽ ട്രംപിന് കഷ്ടമുണ്ടെന്നത്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഞാൻ ഈ അടുത്തിടെ പറഞ്ഞ ഒരു ഇലസ്ട്രേഷൻ ആണെന്ന് തോന്നുന്നു, റോക്ക്ഫെല്ലറുടെ കാര്യം ഞാൻ പറഞ്ഞത്. റോക്ക്ഫെല്ലർ അന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ധനവാനായ മനുഷ്യനാണ്. അദ്ദേഹം ഈ കച്ചവടം ചെയ്യുന്നു, വലിയ കച്ചവടം, കോടിക്കണക്കിന് ടണ്ണ് ഗോതമ്പും മറ്റുമൊക്കെ വാങ്ങിയിട്ട് കപ്പലുകളിൽ കയറ്റി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കും, എന്നിട്ട് അതിന്റെ ലാഭം എടുക്കും. അങ്ങനെ ഒരിക്കലും താന് വലിയൊരു $1,20,000 ഗോതമ്പ് താന് കപ്പലിൽ അയച്ചു ഒരു രാജ്യത്തേക്ക്. കപ്പലിലേക്ക് ഗോതമ്പ് അയച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കടലിൽ ഭയങ്കര കൊടുങ്കാറ്റായിട്ട് പല കപ്പലുകൾ മുങ്ങിപ്പോയി. ഏതൊക്കെ കപ്പലുകളാണ് മുങ്ങിയെന്നറിയില്ല, പക്ഷെ റിപ്പോർട്ട് വന്നു അനേക കപ്പലുകൾ മുങ്ങിപ്പോയി. അപ്പൊ ഇയാൾ എപ്പോഴും ഗോതമ്പ് അയക്കുമ്പോൾ ഇൻഷുർ ചെയ്ത് അയക്കുന്നു. $1,20,000 ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അനേക വർഷങ്ങൾക്ക് മുമ്പാ, 10-60 വർഷങ്ങൾക്ക് മുമ്പിലത്തേക്ക് കാര്യമാണ്, വലിയൊരു തുകയാണ്. അന്നെന്ത് ഇൻഷുർ ചെയ്യണമെങ്കിൽ $16,000 വേണം ഇൻഷുർ ചെയ്യാൻ. അപ്പോ വളരെ ആദ്യം ഉണ്ടായി എന്നാ പറയുന്നത്. ഈ കപ്പലുകൾ മുങ്ങിയ കൂട്ടത്തിൽ എൻ്റെ കപ്പൽ ഗോതമ്പ് മുങ്ങിപ്പോയെങ്കിൽ എനിക്ക് $1,20,000 സാധനം മുഴുവൻ പോയി, $6,000 അത് ഇൻഷുർ ചെയ്തിരുന്നെങ്കിൽ എൻ്റെ കാശ് പോകില്ലായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഏതായാലും ശരി, എന്തായാലും ശരി, ഒന്ന് അന്വേഷിക്കുക നമ്മുടെ കപ്പൽ മുങ്ങിയോ ഇല്ലയോ. അപ്പോഴേ അവൻ അന്വേഷിച്ചപ്പോൾ കപ്പൽ മുങ്ങിയില്ല. എന്നിട്ട് പറഞ്ഞു, നീ പെട്ടെന്ന് ഇൻഷുർ ചെയ്യാൻ പറഞ്ഞു. പോയി $6,000 കൊടുക്കുക ഇൻഷുർ ചെയ്യും. ഇൻഷുർ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കപ്പൽ സുരക്ഷിതമായിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ റോക്ക്ഫെല്ലറിന് ഭയങ്കര പ്രയാസം. വെറുതെ എൻ്റെ $6,000 പോയല്ലോ, എൻ്റെ $6,000 വെറുതെ പോയല്ലോ, ഞാൻ എന്തൊരു മോഷനാ, ഇത്രയും മണ്ടത്തരം കാണിക്കുമെന്ന്. ഉറക്കമില്ല ചില ദിവസങ്ങളിലായിട്ട്. $6,000 നഷ്ടമായിരുന്നു. അങ്ങനെ ഉറക്കമില്ലാതെ ആയി താൻ ഒരു മാനസിക രോഗി പോലെ ആകാൻ തുടങ്ങി. അപ്പോൾ ഒരു രാത്രി താൻ അങ്ങ് തീരുമാനിച്ചു, ഒരു തീരുമാനം താൻ സ്വന്തമായിട്ട് എടുത്തു.
ഈ പണത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ എനിക്ക് ഈ ഉറക്കമില്ലാത്തത്. അതുകൊണ്ടല്ലേ. അതുകൊണ്ട് താൻ തീരുമാനിച്ചു തന്റെ മുഴുവൻ സ്വത്തിന്റെയും പകുതി ഗുഡ് വർക്സിന് വേണ്ടി, ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക. പിള്ളേരെ പഠിപ്പിക്കാനും സ്കോളർഷിപ്പും അങ്ങനെ ഇങ്ങനെ കൊടുക്കാനും മുഴുവൻ സ്വത്തിന്റെയും പകുതി. അങ്ങനെ താൻ ട്രസ്റ്റ് ഉണ്ടാക്കി ട്രസ്റ്റിന്റെ പേരിലേക്ക് തനിക്കുണ്ടായിരുന്ന കോടി കോടി കോടി, അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ്, മുഴുവൻ സ്വത്തും അങ്ങോട്ട് മാറ്റി. അതിനുശേഷം ആദ്യമായിട്ട് അന്ന് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി എന്നാണ്. $6000 വേണ്ടി ദിവസങ്ങൾ രാത്രികൾ ഉറങ്ങാതിരുന്ന മാനസരോഗിയായ ആ മനുഷ്യന് താനൊരു ട്രസ്റ്റിലേക്ക് തന്റെ കോടിക്കണക്കിന് ഡോളറൊക്കെ മാറ്റി കഴിഞ്ഞപ്പോൾ തനിക്ക് എന്തുണ്ട്? ഭയങ്കര സമാധാനമാണ്. അപ്പോൾ ആ സമാധാനം തനിക്ക് വന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പണത്തോടുള്ള തന്റെ സ്നേഹം മാറി മനുഷ്യനോട് ആ സ്നേഹമായി. എൻ്റെ പണം കൊണ്ട് മനുഷ്യന് ഗുണം വരട്ടെ എന്ന് താൻ നിശ്ചയിച്ചു. എൻ്റെ പണം കൊണ്ട് മനുഷ്യന് ഗുണം വരട്ടെ. അതൊരു വിശ്വാസത്തിന്റെ ഒരു ഭാഗം. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ അത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് മനുഷ്യനാണ് പണത്തേക്കാൾ മെച്ചമെന്നുള്ളതായിരിക്കുന്ന കാര്യം അദ്ദേഹം മനസ്സിലാക്കി. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതൊരു കോമൺ ഫാക്ടറാണ് എല്ലാ മനുഷ്യർക്കും, വിശ്വാസിയോ അവിശ്വാസിയോ ധനവാനോ ദരിദ്രനോ. യു ഹാവ് ട്രബിൾസ് ഇൻ ദ വേൾഡ്. നമ്മുടെ സൗരം പറഞ്ഞു, ഈ ശ്രീലങ്കയിലെ വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടായി, LGBT പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് അവിടെ അങ്ങ് താമസിക്കാനൊക്കില്ല. ഞാൻ ആ സമയത്ത് 3 പ്രാവശ്യം ശ്രീലങ്കയിൽ പോയി. ദ വാർ വാസ് ഗോയിങ് ഓൺ. ഞാൻ അവിടുന്ന് ഓൾ ദ വേ ടു അങ്ങേറ്റത്ത് ഗമാലിയൊക്കെ കഴിഞ്ഞ് അങ്ങ് പോയി. അവിടെയൊക്കെ പോകാൻ വലിയ പ്രയാസമായിരുന്നു. ഈ LTTയുടെ കേന്ദ്രങ്ങളിൽ കൂടെ ഒക്കെ അങ്ങോട്ട് പോയി. അങ്ങനെ പെറ്റിക്ലോയൊക്കെ കഴിഞ്ഞ് പോയി. അവിടെയൊക്കെ പോയി കണ്ട് വീടുകളെല്ലാം, മുരളിയുടെ സ്വന്തം വീടൊക്കെ ഉള്ള സ്ഥലം, ആ വീടൊക്കെ എന്നെ കാണിച്ചു. മുഴുവൻ ബുള്ളറ്റ്, എനിക്ക് തോന്നുന്നു 50,000 ബുള്ളറ്റ് ഹോൾസ് ഉണ്ട് ആ വീടില്, വെടിവെച്ച. അവിടെയൊക്കെ പോയി. അപ്പൊ ഈ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഞാൻ കൊല്ലപ്പെടാമെന്നുള്ളതായിരിക്കും അവസ്ഥ. ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് മൂത്രം ഒഴിക്കണമെന്ന് പറയാൻ ഞാൻ ആ റോഡിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുമല്ലേ, എവിടെ പോകാനാ? മുരളി പറയും, സൂക്ഷിച്ചോണം, മൈനയിലായിരിക്കും കയറി ചവിട്ടുന്നത്. എബ്രഹാം തോമസ് പറയുന്നത് 1000 കഷ്ണങ്ങളായിട്ട് ആകാശത്തേക്ക് പൊങ്ങുന്നതും പിന്നെ വീഴുന്നതും കാണുന്നതും. ഞാൻ വീണിട്ട് പോകുന്ന പോട്ടെ. ഏതായാലും ഒന്നും പോയില്ല കേട്ടോ. ഒരു സൈക്കിളുകാരൻ നേരെ വരുമ്പോ പേടിയാ, കാരണം ഇത് സൈക്കിൾ ബോംബുണ്ടെന്ന്. നമ്മുടെ അടുത്ത് വന്നിട്ട് വന്നൊരു പൊട്ടല. ഒരിക്കൽ ഞാൻ പൊട്ടിയത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ മുരളി ഞങ്ങൾ 3 സഹോദരന്മാർ പാസ് ചെയ്തു. ഒരു 50 അടി പാസ് ചെയ്തപ്പോഴാണ് ബോംബ് പൊട്ടിയത്. 4 പേര്. ഭയങ്കര പൊട്ടൽ കേട്ടു. ആളുകൾ കരഞ്ഞും കൊണ്ട് ഓടുന്നുണ്ട്. ഞങ്ങൾ കൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല, ഭയങ്കര പൊട്ടു. അടുത്ത് പരിചയമുള്ളതായിരിക്കുന്ന ഒരു സഹോദരന്റെ വീട്ടിൽ കയറി. അവിടെ കയറി അപ്പോ ഒരാൾ കരഞ്ഞും കൊണ്ട് ഓടി അവിടെ കയറി വന്നു. എന്താ സംഭവിച്ചു? 4 പേര് എന്ന് പറഞ്ഞു, ബോംബ്. 1 മിനിറ്റ് താമസിച്ച് ആണ് ഞങ്ങൾ വന്നിരുന്നത്. ഞങ്ങളും പോരെ അങ്ങോട്ട്. അപ്പൊ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ടെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഞാനിങ്ങനെ വയസ്സെന്ന കാലത്ത് അവിടെ എവിടെയൊക്കെ പോകുമ്പോൾ ഗ്രേസ് പറയും, ഈ വയസ്സെന്ന കാലത്ത് പോയാൽ എങ്ങനെ? അപ്പൊ ഞാൻ പറയും, വിശ്വസിക്കുക, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെന്നല്ലേ പറഞ്ഞത്. അത് കോഴഞ്ചേരി വെച്ച് സംഭവിക്കാം, രാജസ്ഥാൻ വെച്ച് സംഭവിക്കാം, അത് ശ്രീലങ്ക വെച്ച് സംഭവിക്കാം, എവിടെ വെച്ച് സംഭവിക്കാൻ വയ്യ. ഇറ്റ് ക്യാൻ ഹാപ്പൻ എനിവെയർ. അപ്പൊ അതൊരു കോമൺ സത്യമാണ്. നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ട് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. കാരണം എന്താണ്? എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, ലോകത്തിൽ നമുക്ക് എന്തുണ്ട്? ട്രബിൾ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ചിട്ടിറങ്ങണം, കർത്താവേ എന്ത് ട്രബിളിലേക്കാണ് ഞാനിത് പോകുന്നത്. ശ്രീലങ്കയിലെ അനുഭവം തന്നെ പറഞ്ഞാൽ ഭയങ്കര അനുഭവങ്ങളാണ്. 1 പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്തു. ഓരോ സ്റ്റേഷനിലും പട്ടാളക്കാർ വരും, AK-47 ഒക്കെ പിടിച്ചു വരും. ഈ ബാഗാരുടെയാ, എടുക്ക, താഴെയിട, കുടഞ്ഞിട, മുഴുവൻ ഷർട്ട് എല്ലാം കുടഞ്ഞു, പാൻസും എല്ലാം കൂടെ എല്ലാം കുടഞ്ഞിടും. എല്ലാം ഉണ്ടോ എന്നാ നോക്കുക, പാക്ക് ചെയ്യ. 5 മിനിറ്റ് കഴിഞ്ഞ് വേറെ പട്ടാളക്കാർ വന്നു, ഇതാരുടെയാ, ഇവിടെയാ, എടുക്ക, കുടഞ്ഞിട. ഈ AK-47 സാധനം പിടിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ അവന് അബദ്ധവശാൽ അവരുടെ കയ്യൊരു വിരലും പോയി കിട്ടോ ശബ്ദം കേൾക്കാം. ഈ ലോകത്ത് കഷ്ടതയുണ്ട്. നമ്മുടെ വിശ്വാസികളുടെ പല വീടുകളിലെ കാലത്ത് ചെന്നിട്ടുണ്ട്. ചെല്ലുമ്പോൾ കരച്ചില്ല. അതായത് 16 വയസ്സുള്ള ഒരു പെണ്ണ 18 വയസ്സുള്ള അവിടെ ഭർത്താവിനെ പിടിച്ചോണ്ട് പോയി, വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി, കിട്ടിയിട്ടില്ല, അവനെ കൊന്നുകളഞ്ഞു, വെടിവെച്ചു. അങ്ങനെയുള്ള ഒരുപാട് വീടുകളുണ്ട്. അപ്പോഴെല്ലാം ഈ വാക്യമായി, ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടതയാണ്. ഈ ലോകത്ത് നമുക്കൊക്കെ ചെറിയ ചെറിയ കഷ്ടതകൾ വരുമ്പോൾ എന്തോ ഒരു പ്രയാസം.
എന്തൊരു പ്രയാസം, എന്തൊരു അലതല്ലി കിടന്ന് കരഞ്ഞ് വിളിച്ച് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്യാനായിട്ട്. കർത്താവ് നിങ്ങളോട് മാത്രമല്ല ഈ ലോകത്തിൽ നമുക്കുണ്ടെന്നാ പറഞ്ഞത്, നമുക്കുണ്ട്. പക്ഷെ കർത്താവ് അവിടെ നിർത്തിയില്ല. കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ദാറ്റ്സ് വേർ കംഫർട്ട്. അപ്പൊ ഈ രണ്ട് സത്യം കൂടെ ചേർന്ന് പോകണം. നിങ്ങൾക്ക് നമുക്ക് മനുഷ്യർക്ക് കഷ്ടമുണ്ട്, പക്ഷെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. മനുഷ്യവർഗത്തിനുള്ള കഷ്ടതയും നമ്മൾ പങ്കുവയ്ക്കണം. കർത്താവ് നേടിത്തന്നതായിരിക്കുന്ന ജയവും നമ്മൾ എന്ത് ചെയ്യണം? പങ്കുവയ്ക്കണം. ദാറ്റ്സ് വേർ ദി വിക്ടറി കംസ്. കഷ്ടതയും പങ്കുവയ്ക്കണം, വിജയവും പങ്കുവയ്ക്കണം, വിജയവും പങ്കുവയ്ക്കണം. ക്രിസ്തുവിൽ അവൈലബിൾ ആയിട്ടുള്ള വിക്ടറി, വി ഷുഡ് ഷെയർ ദാറ്റ് വിക്ടറി. അത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരെയും ബാധിക്കുന്നതുമായ ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നാം കണ്ണടച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പണം കൊണ്ടോ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ, നമ്മുടെ ഇൻഷുറൻസ് കൊണ്ടോ, നമ്മുടെ ബുദ്ധി കൊണ്ടോ, നമ്മുടെ ബന്ധുബലം കൊണ്ടോ ഒക്കെ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ലോകത്തിൽ എല്ലാവർക്കും വരുന്ന കഷ്ടതകൾ നമുക്ക് ഒഴിവാക്കാമെന്ന്. ഒഴിവാക്കാൻ ഒക്കില്ല. എത്ര മിടുക്കനാണെങ്കിലും ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം അത് മനുഷ്യവർഗത്തിനുള്ളതാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഈ കഷ്ടതകൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അവകാശപ്പെടാവുന്നതാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതായിരിക്കുന്ന വിജയം. കർത്താവിന്റെ മക്കൾക്ക് എല്ലാവർക്കും, കർത്താവ് നീ ലോകത്തെ ജയിച്ചെങ്കിൽ പിന്നെ ഞാൻ പരാജയപ്പെടുന്ന കാര്യം, ആ വിജയത്തിൽ ഞാൻ പങ്കാളിയാണ്. I'm a participant in that victory. If you have victory over the world, then I am participant in that victory. അത് തീർച്ചയായും എനിക്കുള്ളത്. അത് നാം തീർച്ചയായും അവകാശപ്പെടും. നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ ഒരു കാരണമെന്ന് പറയുന്നത്, ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും എല്ലാവരെയും ബാധിക്കുന്നതുമായ ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നാം കണ്ണടയ്ക്കും. രണ്ടാമത്തെ നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്, കർത്താവിനെ ഒഴിച്ചു നിർത്തി നമ്മുടെ പ്രശ്നങ്ങളെയും ഭവിഷ്യത്തുകളെയും നാം കാണുവാൻ ശ്രമിച്ചാൽ നമുക്ക് മുൻപിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് അപരിഹാര്യമായിട്ട് തോന്നും, നാം നശിക്കുകയും ചെയ്യും. അതാണ് കർത്താവിനെ ഒഴിച്ചു നിർത്തി. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അപ്പൊ ഇസ്രായേൽ മക്കൾ ഇങ്ങനെ മിസ്രയീമിൽ നിന്നും മോശയുടെ നേതൃത്വത്തിൽ അതിശയങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് ദൈവം അവരെ വിടുവിച്ചു. ഫറവോൻ അവരെ പെട്ടെന്ന് ഓടിച്ചു കളഞ്ഞു എന്നാണ്. എല്ലാ വീട്ടിലും ശവസംസ്കാരമാണ്, എല്ലാ വീട്ടിലും കരച്ചിലാണ്, എല്ലാ അമ്മമാരും നെഞ്ചത്തെറിക്കുന്നു, അപ്പന്മാരും നെഞ്ചത്തെറിക്കുന്നു, ഭർത്താവ് ആദ്യാതനായ ചത്തുപോയി. അങ്ങനെ എല്ലാവരും ചത്തും എല്ലാ വീടുകളിലും. മിസ്രയീമിൽ ഭയങ്കര കരച്ചിലാണ്. ആളുകൾ പറഞ്ഞു, അവരെ പറഞ്ഞു വിടും, പെട്ടെന്ന് പറഞ്ഞു വിടും, ഇനി ആളുകൾ ചാകുന്നതിന് പറഞ്ഞു വിടെന്ന് പറഞ്ഞു. പറഞ്ഞെല്ലാം വിട്ട് ശവസംസ്കാരം എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഫറവോൻ പറഞ്ഞിട്ട് ഭയങ്കര അബദ്ധമായി പോയല്ലോ. ഭയങ്കര അബദ്ധമായി പോയില്ലേ? ഏതാണ്ട് 20 ലക്ഷം ആളുകൾ ഫ്രീ ആയിട്ട് നമുക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന അടിമകളാണ്. ഇനി ആരാ ജോലി ചെയ്യുന്നത്? ഈ ട്രംപ് അമേരിക്കയില് ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ളവരെ എല്ലാം പുറത്താക്കുക. പുറത്താക്കുമ്പോൾ അവിടെ കുറച്ച് മുതലാളിമാർ കരച്ചില്ല, ഭയങ്കര കരച്ചില്ല. എന്താ അവർ പറയുന്നറിയാമോ? ഇനി ആരാ ഞങ്ങളുടെ ടൊമാറ്റോ പറിക്കുന്നത്, ഇനി ആരാ ഞങ്ങളുടെ ബീൻസ് പറിക്കുന്നത്, ഇനി ആരാ ഞങ്ങളുടെ മുളക് പറിക്കുന്നത്, ഇനി ആരാ ഞങ്ങളുടെ ഇത് ചെയ്യുന്നത്, ഞങ്ങൾ ഉരുളക്കിഴങ്ങ് പറിക്കുന്നത് ആരാ? ഇങ്ങനെയുള്ള ജോലി ചെയ്യാൻ അമേരിക്കക്കാർ പോകില്ല. അത് ഈ മെക്സിക്കോയിൽ നിന്ന് വിസ ഇല്ലാതെ മതിയാടി കിടന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് വല്ലതും കൊടുത്താൽ മതി, $1 $2 കൊടുത്താൽ മതി. ഇവിടെ അമേരിക്കക്കാരന് $10-12 കൊടുക്കും. $12 കൊടുത്തേച്ച് ഉരുളക്കിഴങ്ങ് പറിപ്പിക്കുകയും ടൊമാറ്റോ പറിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് മുതലാവുമോ? മുതലാവുകയും. അപ്പോൾ അവന്മാര് കരച്ചില്ല, ഇനി ഞങ്ങളുടെ ടൊമാറ്റോ ആര് പറിക്കും, ഞങ്ങളുടെ ഉരുളക്കിഴങ്ങ് ആര് പറിക്കും? ഇവന്മാരെ ഇങ്ങോട്ട് വിടുകയുമില്ല. ഇനിയിപ്പോൾ ആരാ ഇതെല്ലാം ഇവിടെ കിടന്ന് അഴുകിപ്പോവുകയുള്ളല്ലോ എന്നുള്ളതാണ് മുതലാളിമാരുടെ. എന്ന് പറഞ്ഞ പോലെയാണ് ഫറവോനും ആളുകളും എന്താ പറഞ്ഞത്, ഇനിയും നമ്മുടെ ഇഷ്ടിക ആരാ ഉണ്ടാക്കുന്നത്, ഇനിയും നമ്മുടെ കെട്ടിടങ്ങൾ ആരാ പണിയുന്നത്, ഇനിയും നമ്മുടെ ഇതാരാ ചെയ്യുന്നത്, ഇവന്മാരെ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര രഥങ്ങളും കുതിരകളും പട്ടാളവുമായിട്ട് ഭയങ്കര സ്പീഡിൽ ഓടിച്ചു വരികയാണ്. ഏതാ? ഫറവോനും. ആരവാരം ഭയങ്കരമായ കുളമ്പടികൾ കേൾക്കാം. ഈ പാവപ്പെട്ട മനുഷ്യരാണെങ്കിൽ ചെങ്കടലിന്റെ തീരത്ത് വന്നിരിക്കുകയാണ്. മുന്നോട്ട് നോക്കിയപ്പോൾ കടൽ, രണ്ട് സൈഡിൽ നോക്കിയപ്പോൾ ഭയങ്കര പർവ്വതങ്ങൾ പോലെ, പുറമോട്ട് നോക്കിയപ്പോൾ സൈന്യവും. അവർക്ക് ചെയ്യാവുന്നത് എന്താ? അവർക്ക് ചെയ്യാവുന്ന അവർ ചെയ്തു. അവർക്ക് ചെയ്യാവുന്നവർ, നമ്മളാണെങ്കിലും അത് തന്നെ ചെയ്യത്തുള്ളല്ലേ. ഞാൻ നിങ്ങളെ എല്ലാം കൊണ്ട് ഇങ്ങനെ സാഹചര്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം അവിടെ നിന്ന് ചെന്ന് പറയും, ചിലവരെ പിടിയവനെ കൊല്ലവനെ എന്ന് പറയും, വിടരുത് അവനെന്ന് പറയും.
കാരണം എന്താ? അവര് പറഞ്ഞതാണ് അവിടെ കിടന്ന് ചത്തിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷെ ചാകുന്നതിനെ പോയി വെള്ളമൊക്കെ കുടിച്ച് ചാകാമായിരുന്നു. അവിടെ തന്നെ ശവക്കലറില്ലേ? ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ, ഇവിടെ ഫറവോന്റെ സൈന്യം ഞങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തി ഈ ചെങ്കടലിൽ താഴ്ത്തേണ്ട കാര്യം വല്ലോ. പക്ഷേ എന്താ അങ്ങനെ അവർ പറയാൻ കാര്യമെന്നറിയാമോ? അവരെന്താ പറയാൻ കാര്യം? കർത്താവിനെ ഒഴിച്ചു നിർത്തി അവരുടെ പ്രശ്നങ്ങളെയും ഭവിഷ്യത്തുകളെയും കുറിച്ച് അവർ ചിന്തിച്ചു. ഈ ചെങ്കടൽ വരെ ഇവരെയും കൊണ്ട് എങ്ങനെയാ മോശ വന്ന് ദൈവം വന്നത്? ദൈവം എന്തോ ഒരു പ്രവൃത്തികൾ ചെയ്തിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവരുടെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാമിന്റെ ഇസാക്കിന്റെ ദൈവമാണ് ഈ ദൈവം എന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട് എത്ര അതിശയങ്ങൾ ചെയ്തു. യഹോവ ആരെന്ന് ചോദിച്ചതായിരിക്കുന്ന ഫറവോനെ കൊണ്ട് നിങ്ങൾ പോയി യഹോവയെ ആരാധിച്ചോളൂ എന്ന് പറയിച്ച ദൈവമാണ്. അപ്പൊ അവരൊരു നിമിഷം ചിന്തിക്കേണ്ടതല്ലയോ, ഏതായാലും ഇതെല്ലാം ചെയ്യാൻ കഴിയുള്ള ഒരു ദൈവത്തിന് ഈ ഫറവോനെയും കൈകാര്യം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കഴിയും. ഒരു രാത്രി കൊണ്ട് ഫറവോന്റെ ഇസ്രായേലിലുള്ള എല്ലാ കടിഞ്ഞുകളെയും സംഹരിക്കാൻ കഴിഞ്ഞ ദൈവത്തിന് ഈ കുതിരപ്പടയെ സംഹരിക്കാൻ കഴിയില്ലേ? അവർ ദൈവത്തെ ഒഴിച്ചു നിർത്തിയിട്ട് അവരുടെ പ്രശ്നത്തെ, ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ കണ്ണുകളിൽ കൂടെ പ്രശ്നങ്ങളെ കാണും. അത് കാണാനായിട്ട് വലിയ പ്രയാസമാണ്. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ കണ്ണിൽ കൂടെ കാണാനാണ് നമുക്ക് ഇഷ്ടം. കാരണം നമ്മുടെ കണ്ണുകൊണ്ടല്ലേ നോക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? ഇപ്പൊ കൊല്ലും, ഇപ്പൊ ഞങ്ങളെ കൊല്ലും, ഞങ്ങളെല്ലാം വെട്ടിക്കൊല്ലും, ഞങ്ങളെല്ലാം കൊല്ലും ഇവിടെ വെച്ച്. പിന്നെ അവർക്ക് പരിഹാരമായിട്ട് കണ്ടത് എന്താന്ന് ചോദിച്ചാൽ അവിടെ വരെ അവരെ കൊണ്ടുവന്നതായിരിക്കുന്ന മോശയ്ക്കെതിരെ അങ്ങ് തിരിയുക. ഇസ്രായേൽ ശവക്കുഴി ഇല്ലാഞ്ഞില്ലല്ലോ, ഞങ്ങളിവിടെ കൊണ്ടുവന്നു, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തല്ലോ. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില മക്കൾ അപ്പനോട് ചോദിക്കണം, എന്നെ എന്തോ ഞാൻ ജനിപ്പിച്ചത്, ഞാൻ പറഞ്ഞിട്ടാണോ എന്നെ ജനിപ്പിച്ചത് എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. ഭയങ്കര ചോദ്യമല്ലേ അല്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. പ്രാർത്ഥിക്കും ഓരോന്ന് പറഞ്ഞാൽ എന്നെ പ്രാർത്ഥിക്കാൻ, ആരോട് പ്രാർത്ഥിക്കാൻ? ആ അപ്പൂപ്പൻ അവിടെ ഇരിപ്പുണ്ടോ, എന്താ തെളിവെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ ദൈവത്തെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ കാണാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്ത് നമുക്ക് ഒരിക്കലും പരിഹരിക്കാനായിട്ട് സാധിക്കില്ല. പിന്നിലെ ശത്രു, മുന്നിലെ കടൽ. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, മോശ പറഞ്ഞ എന്താണ്? നിങ്ങൾ ഇന്ന് കണ്ടതായിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുകയില്ല. നിങ്ങൾ അക്കരെ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എല്ലാ ശവങ്ങള് തിരമാലകളെ കൊണ്ടുവന്ന് തീരത്ത് അടിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ കാണും. പിന്നെ ഒരുപാട് കുതിരയെയും അതിന്മേൽ കയറിയിരിക്കുന്നവനെയും സമുദ്രത്തിൽ മുഖ്യവന് അവന്റെ ദയ എന്നേക്കുള്ളത്. അത് ദൈവത്തിന്റെ കണ്ണി കൂടെ കണ്ടപ്പോ പാടിയ പാട്ടാ. ദൈവത്തെ മാറ്റി നിർത്തിയപ്പോ കണ്ട പാട്ടെന്താണ്? ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലാനാണെന്ന്. നമ്മളൊക്കെ അങ്ങനെയാ. വിജയം കിട്ടുമ്പോൾ നമ്മളൊക്കെ സ്തോത്രം പറയും. പിന്നെയും പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? പിന്നെയും മന്ത്രിക്കുക എന്നെ തല്ലുകൊള്ളിക്കാനായിട്ട്. എന്നാൽ പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് നമ്മളെ കൊണ്ട് വലിയ സാധിക്കുമോ? ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയും. മോശ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് ധൈര്യമായിട്ട് നിന്നു. യഹോവ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നതായിരിക്കും രക്ഷ എന്ന് നിങ്ങൾ കാണുമെന്ന് പറഞ്ഞു. ദൈവം മോശ എന്തിനെ നോക്കി നിൽക്കുന്നെന്ന് ചോദിച്ചു. ദൈവത്തിന്റെ വടി എവിടെ നിന്ന് ചോദിച്ചു. ഇവിടെയുണ്ട്, നീട്ടാൻ പറഞ്ഞു. ഒരു വടി നീട്ടിയാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു അവരുടെ പ്രശ്നം. പക്ഷേ അത് കാണണമെങ്കിൽ ദൈവത്തിന്റെ കണ്ണിൽ കൂടെ നോക്കണം. വടി കയ്യിലല്ലെങ്കിൽ ഇരിക്കുകയുള്ളൂ. വടിയോടുകൂടെ അല്ലെങ്കിൽ മോശ താഴെ സമുദ്രത്തിലേക്ക് പോകും. ഒരു പ്രയോജനവും ഇല്ല. ആ വടി നീട്ടേണ്ടടുത്ത് നീട്ടണം. എത്ര രസകരമായ അനുഭവം അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങൾ വന്നിട്ടുണ്ടോ? അസാധ്യമെന്ന് നിങ്ങൾ വിചാരിച്ചു, അസാധ്യമെന്ന് വിചാരിച്ച നാളിൽ സാധ്യമെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഒരു ദൈവമുണ്ട് നമുക്ക്. ഞാൻ ഇവിടുന്ന് BSc പാസ്സായൊക്കെ പോയത്. 40% മാർക്കില്ല BSc പാസ്. മധ്യപ്രദേശ് എന്നും എൻ്റെ കാശുമില്ല. അപ്പത്തിന് 7 രൂപയും തന്ന് ഞാൻ പോയതാ. ഞാൻ പോയി MAക്ക് ഏതായാലും അങ്ങ് ചേർന്നു. 7 രൂപയും തീർന്നു. കൈ 10 പൈസയില്ല. ഇങ്ങനെ എൻ്റെ ഒരു അങ്കിളുണ്ട്. അങ്കിളിനോട് ഇച്ചിരി കാശ് ഞാൻ കടം വാങ്ങിച്ചു. മകളെ താമസിച്ച് തരാം, എങ്ങനെയെങ്കിലും തരാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അതൊക്കെ നീ ഉള്ളപ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി കാശൊക്കെ ഞാൻ കടവൊക്കെ വാങ്ങിച്ചിരിക്കുക. ഏതായാലും പോയി രജിസ്റ്റർ ചെയ്ത് അംബോധന എക്സ്ചേഞ്ചിൽ പോയി രജിസ്റ്റർ ചെയ്തു. എനിക്ക് ഇന്റർവ്യൂവിന് കാർഡ് കിട്ടി. ഗവൺമെന്റ് പോളിടെക്നിക്കിൽ കെമിസ്ട്രി ഇൻസ്ട്രക്ടറായിട്ട്. ഓ പ്രൈസ് ദി ലോർഡ്. കെമിസ്ട്രി എന്താ നിന്നോട് അന്നും അറിയില്ല ഇന്നും അറിയില്ല ഉള്ള കാര്യം പറ. H2O ആണ് വാട്ടർ എന്നറിയാം. അത്ര എനിക്ക് കെമിസ്ട്രി അറിയാം. പിന്നെ എങ്ങനെ പാസ്സായത്? അതൊക്കെ ദൈവം പാസ്സാക്കി. കാരണം എനിക്ക് പഠിക്കാൻ ജോലി വേണ്ടേ, കാശ് വേണ്ടേ?
അതിനുവേണ്ടി പാസ്സാക്കിയതാ, അല്ലാതെ വേറൊന്നിനു വേണ്ടി പാസ്സാക്കിയതല്ല. ഞാൻ പഠിപ്പിച്ച എല്ലാ പിള്ളേരും നല്ല കെമിസ്ട്രായിട്ട് മാറി. ഞാൻ മാത്രം ആ പഴയ ആളായിട്ട് അവിടെ കിടന്നു. ഏതായാലും ഒരു പോസ്റ്റേ ഉള്ളൂ. ഞങ്ങൾ 4 പേരുണ്ട്. ഇന്റർവ്യൂവിന് എല്ലാവരും വന്നിരിക്കുക. അവരെല്ലാം തമ്മിൽ സംസാരിക്കുകയാണ് കാര്യമാണ്. അവരെല്ലാം ഹിന്ദിക്കാരാണ്, നമ്മൾ മാത്രം മലയാളിയാ, മദ്രാസി. അവരൊരുത്തം പറഞ്ഞ് 98% ഉണ്ടെന്ന് പറഞ്ഞു BSc. വേറൊരുത്തം പറഞ്ഞു 95 ഉണ്ട്, 97 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നോട് ചോദിച്ചാത്തുണ്ട്, അവർ കുറയാതുണ്ടെന്ന് പറഞ്ഞു. അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടപ്പോ ഇന്റർവ്യൂ നീക്കേണ്ട പോയേക്കാന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ പോയില്ല. അങ്ങനെ കുറ്ററല്ല ഞാൻ, അങ്ങനെ പ്രത്യേകത എനിക്കുണ്ട്. ഞാൻ പിന്തിരിഞ്ഞു ഓടുന്ന ആളല്ല. അവസാനം എന്നെ വിളിച്ചത്. ഏതായാലും എനിക്ക് കിട്ടിയില്ലെന്നുള്ളത് അറിയാം, പിന്നെ ധൈര്യമായിട്ട് വർത്തമാനം പറയുന്നു. ഏതായാലും കൊള്ളാം. 3 പേരുണ്ടായിരുന്നു. എക്സ്പേർട്ട്, 2 സബ്ജക്ട് എക്സ്പേർട്ട്, പിന്നെ ഡയറക്ടർ ഉണ്ടായിരുന്നു. ഡയറക്ടർ അമേരിക്കയിലൊക്കെ പോയി പഠിച്ചു വന്ന അയക്ക് ബംഗാളിയാ, ഹിന്ദി അറിയത്തില്ല. ഇവന്മാർക്ക് മുന്നേ വന്ന 2-3 പേർക്ക് ഇംഗ്ലീഷ് ഒരു വാക്കും അറിയില്ല, ഹിന്ദിയെ അറിയത്തുള്ളൂ. ഈ ഡയറക്ടർ അങ്ങ് ബോറടിച്ചിരിക്കുക. ഇവന്മാരോട് എന്ത് ചോദിച്ചാലും അവന്മാർ ഹിന്ദിയിലേ പറയുന്നു. അപ്പോൾ അയാൾ ചെന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു. വേറെ ആർ യു ഫ്രം എന്ന് ചോദിച്ചു, ഫ്രം കേരള എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് അയാൾക്ക് ഇഷ്ടം വന്ന് തുടങ്ങിയപ്പോഴേ അയാൾക്ക് മനസ്സിലായി ഇവൻ ഇംഗ്ലീഷ് അറിയാം. 1 മണിക്കൂർ ഞങ്ങളൊക്കെ സംസാരിച്ചു. വിഷയത്തെ പറ്റി ഒരു വാക്കും ചോദിച്ചില്ല. കേരള ഗവൺമെന്റിനെ പറ്റി, EMS നമ്പൂതിരിപ്പാടിനെ പറ്റിയും കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പറ്റിയും എല്ലാം അങ്ങ് ചോദിച്ചു. ഞങ്ങൾ വളരെ രസകരമായിട്ട് ചോദിച്ചു. മറ്റു 2 പ്രൊഫസർമാർ ഇങ്ങനെ ഇരിക്കുക, അവർക്കൊന്ന് കയറി എന്തെങ്കിലും ചോദിച്ചിട്ട് വേണ്ടേ നമ്മളെ പുറത്താക്കാൻ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോ ഡയറക്ടർ പറഞ്ഞു, ഇന്റർവ്യൂ ഓവർ, യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ചോദിച്ചില്ല, കെമിസ്ട്രിയും ചോദിച്ചില്ല, ഫിസിക്സ് ഒന്നും ചോദിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കിട്ടുന്നത്? കിട്ടിയില്ല. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇന്റർവ്യൂ അപ്പോയിന്റ്മെന്റ് ഓർഡർ എനിക്ക്. അപ്പൊ ഞാൻ പറയും 96-കാരൻ 98-കാരൻ എവിടെ പോയി? ഞാൻ ചെന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ എന്റെ പ്രൊഫസർ പറഞ്ഞു, നിങ്ങളുടെ ഇംഗ്ലീഷ് കൊണ്ട് മാത്രം കിട്ടിയ ജോലിയാന്ന് പറഞ്ഞു. വിഷയം അറിയാൻ ചോദ്യം ഞാൻ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് കെമിസ്ട്രിയാണ് പഠിക്കേണ്ടത്. ഞാൻ ആ സാധനം എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് കാണാനും കൽക്കരി അനലൈസ് ചെയ്യാനും ഇതെല്ലാം ഇവിടെ കെമിസ്ട്രി ലാബിൽ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ചുമ്മാ ഇച്ചിരി അത് ഇതിട്ട് സൾഫ്യൂരിക് ആസിഡ് പഠിച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ളതല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മളെന്തുകൊണ്ട് പോയി. അപ്പൊ അവിടെ തന്നെ എന്റെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വെങ്കിട്ടരാമൻ എന്ന് പറയാറുണ്ട്, ബാംഗ്ലൂർ സൗത്ത് ഇന്ത്യൻ ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, വെങ്കിട്ടരാമൻ സാബ് എന്നോട് കരുണയുണ്ടാകണമെന്ന് പറഞ്ഞു. എനിക്ക് കെമിസ്ട്രി ഒന്നും അറിയില്ല സാറേ എന്ന് പറഞ്ഞു. സാർ 8 കൊല്ലമായിട്ട് ഇവിടെ പഠിക്കുക, അതുകൊണ്ട് എൻ്റെ ആദ്യത്തെ 2-3 ക്ലാസ് സാർ എടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ വന്ന് സ്റ്റുഡന്റിനെ പോലെ അവിടെ ഇരുന്നോളാം, പിള്ളേർക്കാർക്കും അറിയില്ല ഞാൻ ആരാണ്. ഞാൻ കേൾക്കാം ഇതെങ്ങനെയാ സാർ എടുക്കുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി 2-3 ആഴ്ച സാറിന്റെ ക്ലാസ്സിൽ ഇരുന്ന് കേട്ടു. അപ്പൊ എനിക്കൊരു പിടി കിട്ടി. ഏതാണ്? നമ്മുടെ ഇംഗ്ലീഷും പിന്നെ H2Oയും കൊണ്ട് മിക്കവാറും നമുക്ക് ക്ലാസ് എടുക്കാമെന്ന് എനിക്ക് തോന്നി. ഞാൻ ക്ലാസ് എടുത്ത് 6 കൊല്ലം ഇവിടെ പഠിച്ചു. എൻ്റെ കെമിസ്ട്രി പ്രൊഫസർ കണ്ട ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ദൈവത്തിന്റെ കണ്ണിൽ കൂടെ നമ്മൾ കാര്യങ്ങൾ നോക്കുമ്പോഴേ നമുക്ക് ധൈര്യം കിട്ടത്തുള്ളൂ, വിജയം കിട്ടത്തുള്ളൂ. എന്റെ കണ്ണിൽ കൂടെ ഞാൻ നോക്കിയിരുന്ന ഞാൻ ഇന്റർവ്യൂ നിൽക്കില്ല, അന്നേരം സ്ഥലം വിട്ടേ. കാരണം എനിക്ക് നിൽക്കാനുള്ള എന്ത് യോഗ്യത ഉള്ളത്? ദൈവത്തിന്റെ കണ്ണിൽ കൂടെ. അങ്ങനെയാണ് ഞാൻ പലയിടത്തും ചെയ്തത്. ചിലയിടത്തൊക്കെ ദൈവത്തിന്റെ കണ്ണിൽ കൂടെ. പെയിന്റിങ് ജീവിതത്തിൽ നടത്തിയിട്ടില്ല. അമേരിക്ക ചെന്ന് പെയിന്റിങ് ജോലി ചെയ്യണം. ഈ സെമിനാരിൽ പഠിക്കുന്ന കാലത്ത് നമുക്ക് റെഗുലർ ജോലി ഒക്കില്ല. കാരണം 7 തുടങ്ങി 4 വരെ ഒരു ദിവസം ക്ലാസ്, 7 തുടങ്ങി 2 വരെ ഒരു ദിവസം ക്ലാസ്, ഇങ്ങനെ ക്ലാസ്സാണ്. അപ്പൊ ഈ ഇടയ്ക്ക് കിട്ടുന്ന 2 മണിക്കൂറൊക്കെ ഓരോരുത്തർ ചെന്ന് ജോലി ചെയ്യും. അപ്പൊ ഒരു വലിയ കമ്പനി ചെന്ന് ജോലി ചെയ്യാൻ ചെന്നു. അത് ചോദിച്ചു പെയിന്റിങ് അറിയാമെന്ന് ചോദിച്ചു. നമ്മുടെ അതിനെന്തോ അറിയാനാന്ന് ചോദിച്ചു. അങ്ങനെ തന്നെ പറഞ്ഞു, എന്തോ അറിയാനാ സാറേ പെയിന്റിങ്? ബ്രഷ് എടുക്കുക, പെയിന്റ് മുക്കുക, ടപ്പ് 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 അടിക്കാന്ന് പറഞ്ഞു ഇംഗ്ലീഷിൽ. ഈ ഇംഗ്ലീഷ് പറയും. അവർ പറഞ്ഞു ശരി, നിങ്ങൾ ഒരു ദിവസം ചെയ്ത് നോക്കട്ടെ, ശരിയാകുകയാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു ദിവസം ഉച്ച വരെ, ഒരു ദിവസം രാത്രിയിൽ ഇങ്ങനെയൊക്കെയാ. ഏതായാലും ആദ്യത്തെ ദിവസം ചെന്ന് ഭയങ്കര കോടിക്കണക്കിന് രൂപയുടെ മെഷീനുകളാണ്. അത് ഭയങ്കര 100 അടി ഉയരത്തിലൊക്കെ ഉള്ള മെഷീൻ. അതിൽ ഈ ലാഡറൊക്കെ വെച്ച് കയറി വേണം അതിന് പുറത്തു നിന്ന് അടിക്കാൻ. ഞാൻ ഏതായാലും ആദ്യ ദിവസം പെയിന്റ് അടിച്ച് ഡയറക്ടർ വന്ന് നോക്കിയിട്ട് എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, യു ആർ എ പ്രൊഫഷണൽ പെയിന്റർ? ഞങ്ങൾ പറഞ്ഞു യെസ് സർ, ഐ ഗോട്ട് ദി ജോബ്. ദൈവത്തിന്റെ കണ്ണിൽ കൂടെ ഞാൻ നോക്കി എന്നുള്ളതാണ് ഉള്ള കാര്യം പറയാം. എവിടെ ചെന്നാലും ഇങ്ങനെ ദൈവത്തിന്റെ കണ്ണിൽ കൂടെ. ചില സമയത്ത് അത് പറ്റുകയില്ല. ഒരു കമ്പനിയിൽ ആശാരിപ്പണി എന്തെങ്കിലും പണിയുണ്ടോന്ന് ചോദിച്ചു. ഒരു ആശാരിന്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് തരാൻ പറഞ്ഞു. എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിച്ചു. അതിനെന്നെ എക്സ്പീരിയൻസ് എടുക്കാൻ സാറേ, ഉളി എടുക്കുക, കൊണ്ടുപിടിക്കുക, ടപ്പ പഠിക്കുക എന്ന് പറഞ്ഞു. ഈ തടിക്ക് ഭയങ്കര വിലയുള്ളതാ, അത് കേടായി പോയാല്
ഒക്കില്ല, അതെന്ത് തരികയില്ലെന്ന്. അവർ വേണ്ട, നമുക്ക് വിരോധമൊന്നുമില്ല, നമുക്ക് എന്നെ വിരോധം. ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ കണ്ണിൽ കൂടെ കാര്യങ്ങൾ നോക്കണം, ഏത് കാര്യമാണ്. അങ്ങനെ നോക്കിയാലേ നമുക്ക് ജയിക്കാനൊക്കെ. നമ്മളെപ്പോഴും ഈ ഇസ്രായേൽ മക്കളെ പോലെ, അവർക്ക് എന്നാ പ്രശ്നം എന്നറിയാമോ? വിശ്വാസത്തിന്റെ കണ്ണിൽ കൂടെ ഒരു കാര്യവും അവർ നോക്കിക്കണ്ടില്ല. എപ്പോഴും അവരുടേതായിരിക്കുന്ന കണ്ണിൽ കൂടെ മാത്രം അവർ നോക്കിക്കാണും. 15-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. ഇസ്രായേൽ മക്കൾ ചങ്കടലൊക്കെ കടന്ന് കയറി 2 ദിവസം വെള്ളമൊന്നും കുടിച്ചില്ല. ഭയങ്കര പ്രശ്നമായി. വെള്ളം കണ്ടു, ആർത്തിയോട് ചെന്ന് കോരി കുടിച്ചപ്പോ എന്താണ്? കാഞ്ഞിരം കലക്കിയ വെള്ളം പോയി. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കൈപ്പുള്ള വെള്ളം കുടിച്ചെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? എന്റെ ഒരു വിചാരം, ഞാനായിരുന്നു ഒരു തൊട്ടി വെള്ളം അങ്ങ് പോന്തിന്, കുറച്ചേരം കപ്പൊന്ന് തുപ്പി നടന്നതിന് കൈപ്പ് കൊണ്ട്. അത് കഴിയുമ്പോ അങ്ങ് പോകുന്നേ. ശിവന്മാർ അങ്ങനെ ഒരു ടൈപ്പ് ആളുകളല്ലായിരുന്നു. ഇവരെപ്പോഴത്തേക്ക് മോശക്കെതിരെ അങ്ങ് തിരിച്ചു. എപ്പോഴും മോശക്കെതിരെ അങ്ങ് തിരിച്ചു. മോശം എന്ത് ചെയ്യാനാ? കൈപ്പുള്ള വെള്ളത്തെ ദൈവം പറഞ്ഞാൽ അവിടെ നീ ചെടിയുണ്ട്, അതിന്റെ 2 കമ്പ് പൊട്ടിയ വെള്ളത്തിലിടാൻ പ്രശ്നം തീരും. ദൈവത്തിന്റെ കണ്ണിൽ കൂടെ നോക്കിയ പരിഹാരങ്ങൾ വളരെ ലളിതമാകും. യുവർ ബിഗ് പ്രോബ്ലംസ് ഗോഡ് സോൾവ് ജസ്റ്റ് ലൈക്ക്. ദൈവം അത് പരിഹരിക്കുന്ന അങ്ങനെ, ഒരു പ്രശ്നവുമില്ല. ദൈവം അങ്ങനെ പരിഹരിച്ച എന്തോരവസരമുണ്ടെന്നറിയാം. അപ്പൊ ദൈവം അത് പരിഹരിച്ചു കൊടുത്തു. പക്ഷെ രസം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ വെച്ച് അവൻ അവർക്കൊരു ചട്ടവും പ്രമാണവും. ഏലിമി ചെന്ന് 70 ഈത്തപ്പനയും 12 നീരവും ഉണ്ട്. അവിടെ ഒരു ചട്ടവും കൊടുത്തില്ല, ഒരു പ്രമാണവും കൊടുത്തില്ല. എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാവിക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന എഡ്യൂക്കേഷൻ ഒന്നും അവിടെ നടന്നില്ല. ഈ ഭാവിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എവിടെ വെച്ചേ ഉള്ളൂ? ഈ കഴിക്കുന്ന വെള്ളത്തിനടുത്ത് വെച്ചേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ വലിയ അതിശയവും നടന്നില്ല. ഒരു കമ്പൊടിക്കാൻ എന്ത് ബന്ധപ്പാടുണ്ട്? ഒരു ചെടിയുടെ കമ്പൊടിക്കാനോ വെള്ളത്തിലിടാനും എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ട്? അത്രേ ഉള്ളൂ. അപ്പൊ ദൈവം പറഞ്ഞെന്താ അറിയാമോ? നിന്റെ പ്രോബ്ലം വിൽ ബി ദിസ് ബിഗ്, യുവർ പ്രോബ്ലം, ബട്ട് മൈ സൊല്യൂഷൻ വിൽ ബി ദിസ് സ്മോൾ. ദൈവം അങ്ങനെയാണ് ഇസ്രായേലിൽ കൊടുത്തത്. മുഴുവൻ പരിഹാരങ്ങളും കൊടുത്ത വലിയ പ്രശ്നങ്ങൾക്ക് ചെറിയ പരിഹാരം. എത്ര മനോഹരമാണ്! എന്താ പിന്നെ അവിടെ ചട്ടവും പ്രമാണവും കൊടുത്തതെന്ന് അറിയാമോ? എന്താണെന്നാ പറഞ്ഞത്? ചട്ടവും പ്രമാണവും. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇസ്രായേൽ മക്കൾ പിന്നത്തെ 40 വർഷവും അവർ പരാജയപ്പെടാൻ കാര്യം. അവർ കനാൻ നാട്ടിൽ ചെന്ന ശേഷം അവർ പരാജയപ്പെടാൻ കാര്യം എന്താണ്? അവർ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നില്ലെന്നുള്ളതാണ്. അപ്പൊ ജീവിതത്തിൽ ചില സംഘർഷങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ദൈവം നമുക്ക് ചില ചട്ടങ്ങളും പ്രമാണങ്ങളും തരും. എന്തിനാ ചട്ടങ്ങളും പ്രമാണങ്ങളും തരുന്നതെന്നറിയാമോ? എന്റെ വാക്ക് കേട്ടനുസരിച്ച് അതുപോലെ ചെയ്താൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഗ്രഹം ഇല്ലാതെ വരികയില്ല. അതെത്ര രസകരമായ ഒരു കാര്യമെന്നറിയാം. എന്റെ പ്രിയമുള്ളവരെ, ചട്ടങ്ങളും പ്രമാണങ്ങളും അങ്ങനെയാണ്. ലളിതമായി പറഞ്ഞ അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുക, കൽപ്പന അനുസരിക്കുക, സകല വിധികളും പ്രമാണിക്കുക, യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ കേൾക്കുക, അനുസരണത്തിലൂടെ അനുഗ്രഹം പ്രാപിക്കുക. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്നറിയുക. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് പ്രമാണിച്ച് നമ്മൾ അങ്ങ് അനുസരിച്ച് പോയാൽ നമുക്ക് ഒരു കുറവും വരില്ല. ഒരു കുറവും വരില്ലെന്ന് പറഞ്ഞാൽ ഒരു കുറവും വരില്ല. അങ്ങനെയാണ്. പക്ഷെ നമുക്ക് ചെയ്യാനൊക്കില്ല. ഈ കയ്പുള്ള വെള്ളം കോരി കുടിക്കാൻ കർത്താവ് പറഞ്ഞില്ല? പറഞ്ഞു ഇല്ല. ജനങ്ങളുടെ മാനസികാവസ്ഥ കർത്താവിനറിയാം. കർത്താവ് ഒരു ചെടി കാണിച്ചു കൊടുത്തു, അതിന്റെ കമ്പൊടിച്ച് വെള്ളത്തിലിട്ടു, വെള്ളം മധുരമായി, പ്രശ്നം തീർന്നു. പക്ഷെ അവിടെ വെച്ച് പറഞ്ഞു, നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും പരിഹാരം. എന്താണ്? ഞാൻ കമ്പൊടിച്ചിടാൻ പറഞ്ഞാൽ നീ ഒരിക്കലും ചിന്തിക്കരുത്, അല്ല ഇത്രയും കയ്പുള്ള വെള്ളത്തിലേക്ക് ഈ ചെടിയുടെ ഇലയിട്ട കമ്പിട്ടാൽ എങ്ങനെയാ മധുരിക്കുന്നത്? എങ്ങനെയാ മധുരിക്കുന്നത്? പിൽക്കാലത്ത് ഒരിക്കൽ പറഞ്ഞു, പാമ്പ് കടിച്ച് ആളുകളുമായി ചാകുക. പറഞ്ഞു, താമ്പറം കൊണ്ടൊരു പാമ്പിനെ ഉണ്ടാക്കി ഒരു മരത്തെ തൂക്കാൻ പറഞ്ഞു. പാമ്പ് കടിയേറ്റ് വേദനിക്കുമ്പോൾ അവിടെ നോക്കിയാൽ വിഷം അങ്ങ് ഇറങ്ങിപ്പോവും. അന്നത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഈജിപ്തിൽ വലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചു വന്ന വിദ്യാഭ്യാസമുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരൊക്കെ അത് കേട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, പാമ്പ് കടിച്ചാൽ പിത്തളപ്പാമ്പിനെ നോക്കിയാൽ വിഷം ഇറങ്ങുമെന്ന്. ഒരു പുതിയ ശാസ്ത്രം. അവനൊക്കെ പാമ്പ് കടിച്ച് ചാകുക.
പാവപ്പെട്ട കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ശാസ്ത്രവും അറിയില്ല, സൂത്രവും അറിയില്ല, പാമ്പ് കടിച്ചു, കർത്താവ് പറഞ്ഞ പോലെ നോക്കി അവരൊക്കെ സൗഖ്യമായി പോവുകയും. എടാ എങ്ങനെയാ സൗഖ്യമായി എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു ഉത്തരവേ ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ ചെയ്തു, എനിക്ക് സൗഖ്യം. മറ്റവരെന്ത് പറഞ്ഞറിയോ? ലോജിക്കലി യു മസ്റ്റ് കൺവിൻസ് മീ. പിത്തളപ്പാമ്പിനെ നോക്കിയാൽ യഥാർത്ഥ പാമ്പിന്റെ വിഷം പുറത്തു ചാടുമെന്ന് നീ എന്നെ യുക്തിപരമായിട്ട് ബോധ്യപ്പെടുത്തിയാൽ ഞാൻ അനുസരിക്കാം. സാധിക്കുമോ? സാധിക്കേ? ദൈവം പറഞ്ഞു അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. ഞാൻ നിന്നോട് പറയുന്ന കൽപ്പനകൾ നിനക്ക് വെറും മണ്ടത്തരമായിട്ട് തോന്നിക്കുന്ന സമയം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞ് ജെറുസലേമിന്റെ തെരുവിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറെ അതിശയങ്ങളും അത്ഭുതങ്ങളും ഒക്കെ ചെയ്ത് എല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് പോയി ദൈവമാണെന്നുള്ള ചോദിച്ചു. ആന്നു എന്നാ നീ ഒന്ന് രക്ഷിച്ചെന്ന് പറഞ്ഞു. ക്രൂശി ഞങ്ങൾ ഇതിന് തറയ്ക്കാൻ പോകുന്നു, രക്ഷിച്ചേ, നീ ദൈവമാണെന്ന് പുറത്തു വന്നേ, ചാടി വന്നേ, നീ മുടന്തന്മാരെ സൗഖ്യമാക്കി മരിച്ചവരെ ഉയർപ്പിച്ചല്ലോ, എന്നാ നീ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. നീ ദൈവമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഇറങ്ങി വന്നോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന് അവിടെ കിടന്ന് കരുതി ചത്തു. പിന്നെ അവരെ എടുത്തുകൊണ്ട് പോയി എല്ലാവരും കുഴിച്ചിട്ടു. 3 ദിവസം കഴിഞ്ഞപ്പോ ശരീരം കണ്ടില്ല. ഉയർത്തെഴുന്നേറ്റ് എന്നാ പറയുന്നത്. 1-2 പെണ്ണുങ്ങളും ചില ശിഷ്യന്മാരും ഒക്കെ പറഞ്ഞു ഞങ്ങൾ കണ്ടു. നോക്കണേ, ആ സന്ദേശം പ്രസംഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ക്രിസ്തുമതം തീർന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മതമായിട്ട് ക്രിസ്തുമതം തീർന്നു. എങ്ങനെ തീർന്നു? ഇറ്റ് ഈസ് നോട്ട് എ ലോജിക്, ഇറ്റ് ഈസ് ഫെയ്ത്ത്. ഇറ്റ് ഈസ് ഫെയ്ത്ത്. ഇന്നും അങ്ങനെയാ, വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ 3 നിരീശ്വരന്മാരും, ഒരു യഹൂദനും, ഒരു ക്രിസ്ത്യാനിയും, ഒരു മുസ്ലിമും, ഒരു ഹിന്ദുവും കൂടെ ഒരു 6 കടന്നു പോകും. അപ്പൊ പോകുമ്പോ ദൈവം ഉണ്ടോ എന്നൊരു സംവാദത്തിലാണ് ഇവരിയ്ക്കുന്നത്. അപ്പൊ ഈ 6 ഇങ്ങനെ കടന്നു പോകും. അപ്പൊ 6 കടന്നു പോകുമ്പോ ആദ്യം ക്രിസ്ത്യാനി അങ്ങ് ഇറങ്ങി. അവൻ പറഞ്ഞു ദൈവമുണ്ട്, ദൈവം കാക്കും, എനിക്കതിൽ വിശ്വാസമുണ്ടെന്നും പറഞ്ഞ് അവൻ കടന്നു. അവൻ സുഖമായിട്ട് ഇക്കരെ കയറി. അവന്റെ ഒരേ സൈഡിൽ കൂടെ യഹൂദൻ കടന്നു. യേശു ക്രിസ്തു ദൈവമൊന്നും അല്ല, അത് വെറുതെയാന്ന് പറഞ്ഞു. അവൻ മുങ്ങി അവിടെ ചാണു. അങ്ങേപ്പുറത്ത് ഒരു മുസ്ലിം ഉണ്ടായിരുന്നു. അവനും പറഞ്ഞു അള്ളാഹു വരെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അവനും ഇവിടെ മുങ്ങിച്ചു. ഇങ്ങേപ്പുറത്തെ ഹിന്ദു അവരും പറഞ്ഞു സ്വാമി ശരണം ശരണം എന്നൊക്കെ പറഞ്ഞ് അവനും ചത്തു. അവസാനം എങ്ങനെയാ ഈ ക്രിസ്ത്യാനി രക്ഷപ്പെട്ടെന്ന് ചോദിച്ചപ്പോ അവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ, തൂണുകൾ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെവിടെ കുടിച്ചിട്ടെന്ന് അവനറിയാം. അവർ ഒന്നേ ചവിട്ടി വേറെ ചവിട്ടി ഇക്കരെ കയറി പോന്നു. അല്ലാഹു രക്ഷിച്ചില്ല, ആരും രക്ഷിച്ചില്ല. അപ്പൊ അത് വിശ്വാസത്താലാണെന്ന് ചോദിച്ചാൽ അല്ല, അതിനല്ല വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് മോശയോട് പറഞ്ഞ പോലെ നീ കടക്കുക, ചെങ്കടൽ വറ്റും, യോർദാൻ വറ്റും, നീ കടക്കുക. പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തൊടുമ്പോ എന്ത് ചെയ്യും? യോർദാൻ മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം അവിടെ നിൽക്കും. അത് മലപോലെ പൊങ്ങും, താഴത്തെ വെള്ളം ഒഴുകി പോവുകയും ചെയ്യും. എന്നിട്ട് നീ അതിലൂടെ കടന്നു പോവുക. ദൈവം അത് പറഞ്ഞാൽ ചെയ്യും എന്നുള്ളതാ വിശ്വാസം, അല്ലേ? വിശ്വാസം, യഥാർത്ഥമായ വിശ്വാസം. നമ്മൾ ആ വിശ്വാസമുള്ള ആളുകളാകണം. ദൈവത്തിലുള്ള വിശ്വാസം. ദൈവം വളരെ അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെ ദൈവം ഒരുപാട് വിശ്വാസങ്ങൾ ചെയ്തിട്ടുണ്ട്. വളരെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ രോഗസൗഖ്യമാകും, ചിലപ്പോൾ മക്കളുടെ കല്യാണമാകും, പിള്ളേരുടെ അഡ്മിഷനാകും, വേറെ ചില കാര്യങ്ങളാകും. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം അതിശയം ചെയ്യുന്നറിയാം. ദൈവം അതിശയം ചെയ്യും. അപ്പൊ ഇസ്രായേൽ മക്കൾക്ക് അവിടെ ചട്ടവും പ്രമാണം കൊടുത്തു. ആ ചട്ടവും പ്രമാണത്തിന്റെ എസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അനുസരിക്കുക, അനുഗ്രഹിക്കപ്പെടുക, കൽപ്പനകൾ അനുസരിക്കുക, സകല വിധികളും പ്രമാണിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. നീ എവിടെ പോയാലും നീ വിജയിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും ദൈവം അങ്ങനെ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കത് സാധിക്കത്തില്ല. നമ്മൾ ഈ കുറച്ച് ലോജിക്കും കുറച്ച് വിശ്വാസവും ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ഈസിയായിട്ട് അങ്ങ് വിശ്വസിക്കും. ചില കാര്യങ്ങൾ നമ്മൾ പറയും അത് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ആ കുട്ടിയുടെ അപ്പം എന്ന് പറഞ്ഞില്ലേ, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ആ വിശ്വാസത്തെ നീ സഹായിക്കണം. അത് ദൈവത്തോട് പറയണം. കർത്താവെ, സത്യം പറഞ്ഞാൽ വിശ്വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകണം. The Lord will help you. The Lord will help you. ദൈവം അങ്ങനെയൊക്കെ ചെയ്യുന്ന ദൈവമാണ് എൻ്റെ പ്രിയമുള്ളവരെ. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഈ ഡിപ്രഷനിലും പ്രയാസങ്ങളിലും ഒക്കെ ചെന്ന് ചാടുന്നതെന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടാണ്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില സത്യങ്ങളും എല്ലാവരും വിശ്വസിക്കേണ്ട കാര്യങ്ങളുമുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുകയും അത് നമ്മൾ അംഗീകരിക്കുകയും ചെയ്യുന്നില്ല.
കർത്താവിനെ ഒഴിച്ചു നിർത്തി നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും വിജയിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തിൽ നിന്നും നാം അനുഭവിച്ചിട്ടുള്ളതായിരിക്കുന്ന പാഠങ്ങൾ അത് നമ്മൾ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത്. കർത്താവിനെ ഒഴിച്ചു നിർത്തി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടാനായിട്ട് നമുക്ക് ഒരിക്കലും കഴിയരുത്. ഒരിക്കലും സാധിക്കാൻ ശ്രമിക്കുക പോലും വരുന്നത് ഞാൻ പറഞ്ഞു, ശ്രമിക്കുക പോലും വരുന്നത്. മാറായുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പോൾ ഓർത്തോണം, ശേഷിച്ച കാലത്ത് ഞാൻ ജീവിക്കാൻ ആവശ്യമായ ചട്ടങ്ങളും പ്രമാണങ്ങളും വാഗ്ദത്തങ്ങളും അവിടെയാണ് എനിക്ക് ലഭിക്കുന്നത്. മാറായിലാണ് വാഗ്ദത്തങ്ങൾ കൊടുത്തത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകും. മാറായിലാണ് പ്രമാണം കൊടുത്തത്. എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പാലിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. അതെ, ഏലീമിൽ അനുഗ്രഹത്തിന്റെ സമൃദ്ധിയായിരുന്നു. യാതൊരു ദൈവിക പ്രവർത്തനങ്ങളും അവിടെ ഉണ്ടായില്ല. ഒരു പ്രവർത്തനം ഉണ്ടായില്ല, ഒരു കൽപ്പനയും ഇല്ല, ഒരു വാഗ്ദത്വവും ഇല്ല, ഒരു അനുഗ്രഹവും. അപ്പൊ നമ്മുടെ സമൃദ്ധികളിലല്ല ദൈവം പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന സന്ദർഭങ്ങളിൽ, പക്ഷെ മിക്കവാറും നമ്മുടെ കഷ്ടതകളിലും നമ്മുടെ പ്രയാസങ്ങളിലുമാണ് ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മെ പാഠങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. സോ യു ഹാവ് പ്രോബ്ലംസ്, യെസ്, കം ടു ജീസസ്. Our brother's testimony is that he was an atheist, but he found solution to his problems in Jesus Christ, in the Bible. This is the book. Come to that point. Come to that point. Yes. What all problems? The Lord has solutions. If he can divide this Red Sea, if he can divide Jordan, he can divide any sea today. If he can pour down bread from heaven and bring quails from the sea, he can supply all your needs even today. If he can bring water out of rock, he can bring water out of rock even today. പാറയിൽ നിന്നുള്ള വെള്ളം ഇഷ്ടം പോലെ. എന്താ അതിശയകരമായ കാര്യമോ, പാറയോടൊന്ന് കൽപ്പിച്ചാൽ മതി എന്ന് പറയും. ആദ്യം പറഞ്ഞ് പാറയെ അടിക്കണം, രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു നീ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ പറഞ്ഞാൽ മതി, പാറയെ വെള്ളം തരിക. അവരുടെ അവിശ്വാസത്തിൽ മോശ എന്ത് ചെയ്തു? പാറയെ അടിച്ചു. അതുകൊണ്ട് മോശയോട് പറഞ്ഞു, യു ഫെയിൽഡ്, യു ആർ നോട്ട് ഗോയിങ് ടു എൻ്റർ കനാൻ. അതാ പറഞ്ഞത്, എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രമാണിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. മാറായിൽ വെച്ച് മോശയോട് പറഞ്ഞതാ, മോശ അത് മറന്നുപോയി. അടിക്കാൻ കൽപ്പന കൊടുത്തില്ല, കൽപ്പിക്കാനേ പറഞ്ഞു. എന്തിനും ദൈവനെ അടിച്ചു? അതാണ് നമ്മൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ അടിച്ചല്ലോ, അത് അന്ന് അടിക്കാൻ പറഞ്ഞപ്പോഴല്ലേ. ഇപ്പം നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്? കൽപ്പിക്കാനല്ലേ, പിന്നെ എന്തിനാ അടിച്ചത്? നോ ആൻസർ. അപ്പൊ നമ്മുടെ അനുഭവങ്ങൾ കൊണ്ട് നമ്മൾ വചനത്തെ എപ്പോഴും വ്യാഖ്യാനിക്കരുത്. ദൈവം പറഞ്ഞ പ്രസ്താവനകളെ അതിന്റെ മുഖവിലിൽ എടുത്തുകൊണ്ട് വേണം നാം അതിനെ വ്യാഖ്യാനിക്കാൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ. ഡിപ്രഷൻ ഒന്നും ജീവിതത്തിൽ വരേണ്ട ഒരു കാര്യവുമില്ല. ദൈവമുള്ളവനെവിടെയാണ് ഡിപ്രഷൻ വരുന്നത്? ദൈവമുള്ളവനെവിടെയാണ് ഡിപ്രഷൻ വരുന്നത്? എനിക്ക് ഡിപ്രഷൻ ഉള്ള ഒരാളല്ല. നിങ്ങളെന്നെ അങ്ങനെ പിടിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ദൈവം ഉണ്ടെങ്കിൽ ഡിപ്രഷൻ ആവശ്യമില്ല. അംഗവാലിക്കാർ പറയും നീ ഉണ്ടറി ഞാൻ ഉണ്ടറി എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൽ പറയും നീ ഉണ്ടറി ഞാൻ ഉണ്ട്. ദൈവത്തോട് നമ്മൾ പറയണം നീ ഉണ്ട് ഞാനും ഉണ്ടെന്ന് പറയും. എവിടെ വേണേലും പോകും, എവിടെ വേണേലും. അതെ, ഇന്നലെ ഞാനൊരാളുടെ ബയോഗ്രഫി വായിക്കായിരുന്നു. അയാള് ആഫ്രിക്കയിലേക്ക് പോയതിനെ കുറിച്ചാണ്. ഭാഷ അറിയില്ല, ആളുകളെ അറിയില്ല, ഒന്നും അറിയില്ല. ദൈവം പറഞ്ഞു ആഫ്രിക്കയിൽ കുറെ ആളുകളുണ്ടെന്ന് പറഞ്ഞു, അവർക്ക് സുവിശേഷം ഇല്ലാതെ അവരാകുമ്പോഴേ നശിക്കാന്ന്. ഞാൻ പോകാൻ കർത്താവെന്ന് പറഞ്ഞു. എന്നാ പോകാൻ പറഞ്ഞു. അങ്ങ് പോയി. 1000-ലധികം സഭകളും വേലക്കാരും ഇന്ന് അവിടെ ഉണ്ട്. ഭാഷ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. ദൈവം പറഞ്ഞാൽ പോയാൽ ദൈവം അനുഗ്രഹിച്ചോളും, ബാക്കി കാര്യങ്ങൾ ദൈവം ചെയ്തോളും. അതൊക്കെ ദൈവത്തിൻ്റെയാണ്. നമ്മളിങ്ങനെ ഓങ്ങി ഇരിക്കുക. പിള്ളേരുടെ പഠിത്തം നടക്കുമോ? കൊച്ചുങ്ങളുടെ കല്യാണം നടക്കുമോ? എങ്ങനെ പോകും? ഇതൊക്കെ പോയാൽ എങ്ങനെയാണ്? നിങ്ങൾ ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ എല്ലാ ആളുകളുടെ ചരിത്രം, നമ്മുടെ ഉള്ള ആളുകളുടെ ചരിത്രം നോക്കിയിട്ട് അവരുടെ കുടുംബത്തെ ചേട്ടൻ്റെ അനിയൻ്റെ മക്കളെ കാര്യം നോക്കി ഒരെണ്ണം പോലും 7 അയൽവക്കത്ത് വന്നിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ പറഞ്ഞു നീ ഒന്ന് കണക്ക് കൂട്ടി നോക്കാന്ന് പറഞ്ഞു. നിനക്ക് വാടക കൊടുക്കാൻ കാശില്ല, അരി വാങ്ങിക്കാൻ കാശില്ല, പിള്ളേർക്ക് ഫീസ് കൊടുക്കാൻ കാശില്ല. എന്നിട്ട് പിള്ളേർ എങ്ങനെയാ പഠിച്ചത്? അതാ ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് പറയുന്നത്. നീ എന്ത് പേടിച്ചായിരിക്കും? യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, ശരണം പ്രാപിക്കുകയും
83 വയസ്സായി, 56 വർഷമായ കർത്താവിനെ 53 വർഷമായി കർത്താവിനെ സേവിക്കാനായിട്ട് തുടങ്ങിയിട്ട് 56 വർഷമായി കല്യാണം കഴിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ദാരിദ്ര്യവും ഒരുപാട് പ്രയാസവും ഒരുപാട് രോഗവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാലും എന്താ, നിങ്ങളെക്കാൾ ഒരു കുറവില്ലാതെ ഞങ്ങൾ ഇപ്പോഴും ജീവിക്കും. എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരെക്കാൾ കുറവില്ല ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഒന്നുമില്ലാത്ത ധനവാൻ, രോഗിയായ ആരോഗ്യവാൻ. എന്നെ പറ്റിയാണ് പറയുന്നത്. ദ പൂറസ്റ്റ് റിച്ച് മാൻ, ദ സിക്കസ്റ്റ് ഹെൽത്തി മാൻ. കാരണം ആരോഗ്യമുള്ളവനല്ലേ പോകൂ രാജസ്ഥാൻ വരെ. അപ്പൊ എനിക്ക് രോഗമുണ്ടെങ്കിൽ എന്താ, ഞാൻ പോയില്ലേ? ദാറ്റ്സ് എ സീക്രട്ട്. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ.